നമസ്കാരം. ജീവിതം ഒരു നദി പോലെയാണ്. പലരും അതിൽ നമ്മുടെ കൂടെ നീന്തും. എന്നാൽ ചിലർ പാതി വഴിയിൽ നമ്മെ തനിച്ചാക്കി മടങ്ങും. പ്രിയപ്പെട്ടവർ നമ്മെ അവഗണിക്കുമ്പോഴോ നമ്മുടെ സ്നേഹത്തിന് വില നൽകാതെ ഉപേക്ഷിച്ചു പോകുമ്പോഴോ ഉണ്ടാകുന്ന മാനസിക വേദന ഏതൊരു മനുഷ്യനെയും തളർത്തുന്ന ഒന്നാണ്. മനഃശാസ്ത്രം ഇതിനെ ഇമോഷണൽ ട്രോമ എന്ന് വിളിക്കുമ്പോൾ ചാണക്യൻ ഇതിനെ നിങ്ങളെ രൂപപ്പെടുത്താനുള്ള ഒരു പരീക്ഷണമായി കാണുന്നു. ചാണക്യ നീതിയിൽ പറയുന്നു, ത്യജേത് കുലർത്ഥേ പുരുഷം, അതായത് നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാത്തവരെയും നിങ്ങളെ തളർത്തുന്നവരെയും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് തന്നെയാണ് ഉചിതം. പക്ഷെ അവരോട് വഴക്കുണ്ടാക്കിയോ കരഞ്ഞു പറഞ്ഞോ അല്ല നിങ്ങൾ മറുപടി നൽകേണ്ടത്. മറിച്ച് നിങ്ങളെ വേണ്ടെന്ന് വെച്ചത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായിരുന്നു എന്ന് അവർക്ക് തോന്നിപ്പിക്കണം. അതൊരു പ്രതികാരമല്ല, മറിച്ച് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ വിജയമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശാസ്ത്രവും ആത്മീയതയും ചാണക്യന്റെ കുശാഗ്രബുദ്ധിയും കോർത്തിണക്കി നിങ്ങളെ വേണ്ടെന്ന് വെച്ചവർക്ക് നഷ്ടബോധമുണ്ടാക്കാൻ സഹായിക്കുന്ന 7 ഉദാത്തമായ വഴികളെക്കുറിച്ചാണ്. ഇത് എല്ലാ മതസ്ഥർക്കും ഒരേപോലെ പിന്തുടരാവുന്ന പ്രപഞ്ച സത്യങ്ങളാണ്. കുറച്ചു മിനിറ്റ് നീളുന്ന ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ ഞാൻ വെളിപ്പെടുത്തുന്ന ആത്മീയ രഹസ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലെ സങ്കടം മാറ്റി വലിയൊരു ആത്മവിശ്വാസം നൽകും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഈ അറിവിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ജീവിതത്തിലെ ഇത്തരം സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരവും ചാണക്യന്റെ പാഠങ്ങളും നിത്യജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാം എന്ന് നമ്മൾ ഈ ചാനലിലൂടെ നിരന്തരം ചർച്ച ചെയ്യാറുണ്ട്. നന്മ നിറഞ്ഞ ഈ യാത്രയിൽ എനിക്കൊപ്പം നിങ്ങളും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാണക്യ മലയാളം കുടുംബത്തിൽ അംഗമായിട്ടില്ലെങ്കിൽ ദയവായി താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ആ ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്താൽ ഇതുപോലുള്ള ഗൗരവമേറിയ അറിവുകൾ നിങ്ങളിലേക്ക് ഉടനെത്തും. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും സത്യസന്ധമായ അറിവുകൾ പങ്കുവെക്കാനുള്ള എനിക്കുള്ള വലിയൊരു പ്രചോദനമാണ്. നമുക്ക് ആദ്യത്തെ ചുവടുവെപ്പിലേക്ക് കടക്കാം. നിശബ്ദതയുടെ ശക്തി. നമ്മെ ഒരാൾ അവഗണിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം ഉയരുന്നത് പ്രതിഷേധമാണ്. എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാൻ മനസ്സ് വെമ്പും. എന്നാൽ ഇവിടെയാണ് ചാണക്യൻ തന്റെ ഗൂഢതന്ത്രങ്ങളിലെ ആദ്യ പാഠം നമുക്ക് നൽകുന്നത് നിശബ്ദത. ഇതിനെ ചാണക്യൻ ഒരു തപസ്സായിട്ടാണ് കാണുന്നത്. ചാണക്യ നീതിയിൽ പറയുന്നു, മൗനം സർവാർത്ഥ സാധകം, അതായത് മൗനം കൊണ്ട് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല. നിങ്ങളെ വേണ്ടെന്ന് വെച്ച വ്യക്തി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ വിലാപമാണ്, നിങ്ങളുടെ പരാതികളാണ്. നിങ്ങൾ അവരെ വിളിച്ചു കരയുമ്പോൾ അവരുടെ ഈഗോ വർദ്ധിക്കുന്നു. അവർക്ക് നിങ്ങളെക്കാൾ മുകളിലാണ് താനെന്ന തോന്നലുണ്ടാകുന്നു. എന്നാൽ നിങ്ങൾ പെട്ടെന്ന് അദൃശ്യനായാലോ, ഒരു പരാതിയും പറയാതെ ഒരു മെസ്സേജും അയക്കാതെ നിങ്ങൾ മൗനത്തിലേക്ക് മാറുമ്പോൾ അവർക്ക് നിങ്ങളെ പിടികിട്ടാതാകുന്നു. ശാസ്ത്രീയമായി പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ അനിശ്ചിതത്വം അവരെ വേട്ടയാടാൻ തുടങ്ങും. ഇത്രയും സ്നേഹിച്ചിരുന്ന ആൾക്ക് എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് മൗനം പാലിക്കാൻ കഴിയുന്നത് എന്ന ചോദ്യം അവരുടെ ഉറക്കം കെടുത്തും. ഭക്തിമാർഗത്തിൽ ഇതിനെ ആത്മനിയന്ത്രണം എന്ന് വിളിക്കുന്നു. മനസ്സിനെ അടക്കി നിർത്തുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രത്യേക ഊർജം കേന്ദ്രീകരിക്കപ്പെടും. നിങ്ങളുടെ ഈ നിശബ്ദത അവർക്കുള്ള ഏറ്റവും വലിയ മറുപടിയാണ്. അത് അവരോടുള്ള ദേഷ്യമല്ല, മറിച്ച് നിങ്ങളെ തന്നെ നിങ്ങൾ വീണ്ടെടുക്കുന്നതിന്റെ അടയാളമാണ്. ഓർക്കുക, പാത്രം കാലിയാകുമ്പോഴാണ് അതിന്റെ വില മനസ്സിലാകുന്നത്. നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് ശല്യമാകുമ്പോൾ നിങ്ങളുടെ അസാന്നിധ്യം അവർക്കൊരു വലിയ നഷ്ടബോധമായി മാറാൻ ഈ മൗനം സഹായിക്കും. നമ്മെ ഒരാൾ ഉപേക്ഷിച്ചു പോകുമ്പോൾ നമ്മൾ ശാരീരികമായി മാത്രമല്ല ഊർജ്ജസ്വലമായും തളർന്നു പോകുന്നു. ശാസ്ത്രം ഇതിനെ വിളിക്കുന്നത് എനർജി ഡിപ്ലീഷൻ എന്നാണ്. ഓരോ മനുഷ്യനും ചുറ്റും ഒരു പ്രഭാവലയമുണ്ട്. അതിനെയാണ് നമ്മൾ ഓറ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമ്പോഴോ മറ്റൊരാൾക്ക് വേണ്ടി ഉരുകുമ്പോഴോ നിങ്ങളുടെ ഈ പ്രഭാവലയം മങ്ങുന്നു, വിള്ളലുകൾ വീഴുന്നു. ചാണക്യൻ തന്റെ ശിഷ്യന്മാരോട് എപ്പോഴും പറയുമായിരുന്നു, ആത്മബലമാണ് ഏറ്റവും വലിയ ബലം. നിങ്ങളെ വേണ്ടെന്ന് വെച്ച വ്യക്തി നിങ്ങളെ അവസാനമായി കാണുമ്പോൾ കണ്ട ആ മങ്ങിയ മുഖവും തളർന്ന ശരീരവുമല്ല ഇനി അവർ കാണേണ്ടത്. നിങ്ങളുടെ പ്രഭാവലയം അഥവാ നിങ്ങളുടെ ഓറ നിങ്ങൾ വീണ്ടെടുക്കണം. അത് എങ്ങനെ സാധ്യമാകും? ആത്മീയമായ ശുദ്ധീകരണം. ദിവസവും അല്പനേരം ഏകാന്തമായിരുന്നു പ്രാർത്ഥിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യുക. പ്രപഞ്ചത്തിലെ പോസിറ്റീവ് ഊർജം നിങ്ങളുടെ ഉള്ളിലേക്ക് നിറയുന്നതായി സങ്കല്പിക്കുക. ഇത് നിങ്ങളുടെ തകർന്ന ഓറയെ വീണ്ടും പ്രകാശപൂർണമാക്കും. ഭക്ഷണവും ശീലങ്ങളും. ശുദ്ധമായ ഭക്ഷണം കഴിക്കുന്നതും കൃത്യസമയത്ത് ഉറങ്ങുന്നതും നിങ്ങളുടെ ശരീരത്തിലെ തേജസ് വർദ്ധിപ്പിക്കും. മുതിർന്നവർക്ക് അറിയാം, മനസ്സ് നന്നാവുമ്പോൾ മുഖം തെളിയുമെന്ന്. ചിന്തകളുടെ നിയന്ത്രണം. അവരെക്കുറിച്ചുള്ള ചിന്തകൾ വരുമ്പോൾ ബോധപൂർവം അത് മാറ്റുക. നിങ്ങളുടെ ഊർജം അവർക്ക് നൽകുന്നത് നിർത്തുക. നിങ്ങളുടെ പ്രഭാവലയം ശക്തമാകുമ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ചവർക്ക് ദൂരത്തുനിന്ന് പോലും ആ മാറ്റം തിരിച്ചറിയാൻ കഴിയും. നിങ്ങളെ വീണ്ടും കാണുന്ന നിമിഷം അവർക്ക് നിങ്ങളിലേക്ക് ഒരു ആകർഷണം അനുഭവപ്പെടും. പക്ഷേ അന്ന് നിങ്ങൾ പഴയ ആ പാവം മനുഷ്യനായേക്കില്ല. പകരം ഒരു വലിയ ആത്മീയ ഊർജത്തിന്റെ ഉടമയായിരിക്കും. നിങ്ങളുടെ ഈ പുതിയ തേജസ് കാണുമ്പോൾ അവർക്ക് തോന്നും, ഇത്രയും പവർഫുള്ളായ ഒരാളെയാണോ ഞാൻ കളഞ്ഞത്? ആ തിരിച്ചറിവാണ് അവരുടെ ഉള്ളിൽ നഷ്ടബോധത്തിന്റെ വിത്തുപാകുന്നത്. നമ്മളെ ഒരാൾ ചതിക്കുമ്പോഴോ അവഗണിക്കുമ്പോഴോ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു വികാരമാണ് പ്രതികാരം. അവർക്കും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. എന്നാൽ ചാണക്യൻ പറയുന്നത് ശ്രദ്ധിക്കൂ. കാലഃ പിബതി തദ്രാസം, അതായത് നീതി നടപ്പിലാക്കാൻ നിങ്ങൾ ആയുധമെടുക്കേണ്ടതില്ല, അത് കാലത്തിന് വിട്ടുകൊടുക്കുക. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങൾ പറയുന്ന
കർമ്മഫലം എന്നത് വെറുമൊരു വിശ്വാസമല്ല, അതൊരു പ്രപഞ്ച സത്യമാണ്. ശാസ്ത്രം ഇതിനെ ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമവുമായി ബന്ധിപ്പിക്കുന്നു. ഏതൊരു പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായ ഒരു പ്രതികരണമുണ്ട്. നിങ്ങൾ ഒരാൾക്ക് സ്നേഹവും സത്യസന്ധതയും നൽകിയിട്ടും അവർ നിങ്ങൾക്ക് പകരമായി നൽകിയത് വഞ്ചനയാണെങ്കിൽ അവർ പ്രപഞ്ചത്തോട് കടപ്പെട്ടിരിക്കുകയാണ്. ആ കടം അവർക്ക് വീട്ടേണ്ടി വരും. നിങ്ങൾ അവരോട് പക കാണിക്കാൻ പോയാൽ നിങ്ങളുടെ നല്ല കർമ്മങ്ങൾ അവിടെ അവസാനിക്കും. പകരം നിങ്ങൾ ശാന്തനായി ഇരിക്കുക. കാലം അതിന്റെ കണക്ക് പുസ്തകം കൃത്യമായി സൂക്ഷിക്കുന്നുണ്ട്. നിങ്ങളെ വേണ്ടെന്ന് വെച്ച അതേ നാണയത്തിൽ തന്നെ അവർക്ക് കാലം മറുപടി നൽകും. മറ്റൊരാളിൽ നിന്ന് അവർക്ക് അവഗണന ലഭിക്കുമ്പോഴോ അവർ ആഗ്രഹിച്ച കാര്യം നടക്കാതെ വരുമ്പോഴോ ആണ് നിങ്ങളുടെ വില അവർ മനസ്സിലാക്കുക. അന്ന് അവർ ഓർക്കും, എന്നെ ഇത്രയധികം സ്നേഹിച്ച, എനിക്ക് വേണ്ടി ഇത്രയധികം ത്യാഗം ചെയ്ത ആ മനുഷ്യനെ ഞാൻ വേദനിപ്പിച്ചല്ലോ എന്ന്. ആ വൈകിയ വേളയിലുണ്ടാകുന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ ശിക്ഷ. ചാണക്യൻ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ധർമ്മം പാലിക്കുക. നിങ്ങൾ നേരിട്ട കണ്ണീരിന് കാലം പകരം നൽകുന്നത് നിങ്ങളുടെ വിജയത്തിലൂടെയായിരിക്കും. നിങ്ങളെ വേദനിപ്പിച്ചവർ തോൽക്കുന്നത് കാണാനല്ല, മറിച്ച് നിങ്ങൾ വളരുന്നത് കണ്ട് അവർക്ക് നഷ്ടബോധം തോന്നാനാണ് പ്രപഞ്ചം അവസരമൊരുക്കുന്നത്. ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം ഉയരത്തിലെത്തി എന്ന് അളക്കുന്നത് നമ്മുടെ സമ്പത്ത് കൊണ്ടല്ല, മറിച്ച് പ്രതിസന്ധികളിൽ നമ്മൾ കാണിക്കുന്ന പക്വത കൊണ്ടാണ്. നിങ്ങളെ വേണ്ടെന്ന് വെച്ച വ്യക്തി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഒന്നുകിൽ നിങ്ങളുടെ പൊട്ടിത്തെറി, അല്ലെങ്കിൽ നിങ്ങളുടെ ദയനീയമായ അപേക്ഷകൾ. എന്നാൽ നിങ്ങൾ ഇതിന് രണ്ടിലുമപ്പുറം വൈകാരികമായ ഔന്നത്യം അഥവാ ഇമോഷണൽ മെച്യൂരിറ്റി കാണിക്കുമ്പോഴാണ് അവർ ശരിക്കും ഞെട്ടുന്നത്. ചാണക്യൻ പറയുന്നു, ആത്മവത് സർവഭൂതാനി, അതായത് എല്ലാവരെയും ഒരുപോലെ കാണുക, സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കുക. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ നിങ്ങൾ ഒരാളോട് ദേഷ്യം കാണിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോഴും അവരുടെ സ്വാധീന വലയത്തിലാണ്. എന്നാൽ അവരോട് മാന്യമായി പെരുമാറുകയും എന്നാൽ അകലം പാലിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അവരെക്കാൾ ഒരുപടി മുകളിലാണെന്ന് തെളിയിക്കപ്പെടുന്നു. ചിരിച്ചുകൊണ്ടുള്ള മറുപടി, എവിടെയെങ്കിലും വെച്ച് അവരെ കണ്ടുമുട്ടിയാൽ തളർന്നു പോകാതെ ഒരു ചെറിയ പുഞ്ചിരിയോടെ മാത്രം അഭിവാദ്യം ചെയ്യുക. എനിക്ക് നിങ്ങളോട് പകയില്ല, പക്ഷേ എനിക്ക് നിങ്ങളെ ആവശ്യവുമില്ല എന്ന സന്ദേശമാണ് ആ പുഞ്ചിരി നൽകുന്നത്. പരാതികൾ ഒഴിവാക്കുക. പൊതുവിടങ്ങളിലോ സുഹൃത്തുക്കളോടോ അവരെക്കുറിച്ച് മോശമായി സംസാരിക്കാതിരിക്കുക. നിങ്ങളുടെ മാന്യത നിലനിർത്തുന്നത് വഴി നിങ്ങളെ വേണ്ടെന്ന് വെച്ചവർക്ക് തോന്നിത്തുടങ്ങും അവർ കൈവിട്ടത് എത്രമാത്രം സംസ്കാരമുള്ള ഒരു വ്യക്തിയെയാണെന്ന്. ഭക്തിമാർഗത്തിൽ ഇതിനെ ക്ഷമ എന്ന് വിളിക്കുന്നു. ക്ഷമിക്കുന്നവൻ വലിയവനാകുന്നു. നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് മുന്നിൽ നിങ്ങൾ കാണിക്കുന്ന ഈ അചഞ്ചലമായ ശാന്തത അവരെ ചിന്തിപ്പിക്കും. ഞാൻ ഇത്രയും വേദനിപ്പിച്ചിട്ടും ഇവർ എങ്ങനെയാണ് ഇത്രയും പക്വതയോടെ പെരുമാറുന്നത് എന്ന അസൂയ കലർന്ന ആശ്ചര്യം അവരിൽ നഷ്ടബോധം നിറയ്ക്കും. അത് നിങ്ങളെ വീണ്ടും കിട്ടാനുള്ള മോഹമല്ല, മറിച്ച് നിങ്ങളെപ്പോലൊരു വ്യക്തിയെ ഇനി ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ലെന്ന വലിയ തിരിച്ചറിവാണ്. നമ്മെ ഉപേക്ഷിച്ചു പോയവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ മറുപടി വിജയമാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ആ വിജയം അവരെ കാണിക്കാനുള്ള ഒരു അഹങ്കാരമാകരുത്. ചാണക്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിൽ പഠിപ്പിക്കുന്നത് പരോപകാരാർത്ഥം ഇതം ശരീരം, അതായത് ഈ ശരീരം മറ്റുള്ളവർക്ക് ഗുണം ചെയ്യാനുള്ളതാണ് എന്നാണ്. നിങ്ങൾ നേടുന്ന വിജയം നിസ്വാർത്ഥമായിരിക്കണം. എന്താണ് നിസ്വാർത്ഥമായ വിജയം? നിങ്ങളെ വേണ്ടെന്ന് വെച്ച വ്യക്തി അവരുടെ ജീവിതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് സ്വാർത്ഥമായി ജീവിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം വീശുന്ന വ്യക്തിയായി മാറുക. നിങ്ങളൊരു നല്ല കർമ്മം ചെയ്യുമ്പോഴോ പാവപ്പെട്ടവരെ സഹായിക്കുമ്പോഴോ നിങ്ങളുടെ ജോലിയിൽ അതീവ സത്യസന്ധത പുലർത്തുമ്പോഴോ സമൂഹത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനം ലഭിക്കുന്നു. ശാസ്ത്രീയമായി പറഞ്ഞാൽ നിസ്വാർത്ഥമായ പ്രവൃത്തികൾ നമ്മുടെ തലച്ചോറിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് നമുക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. നിങ്ങൾ മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുന്നത് കാണുമ്പോൾ നിങ്ങളെ തള്ളിക്കളഞ്ഞവർക്ക് വലിയൊരു ഞെട്ടലുണ്ടാകും. അവർ ചിന്തിക്കും, ഞാൻ വെറുമൊരു സാധാരണക്കാരനായി കാണുകയും അവഗണിക്കുകയും ചെയ്ത ഈ മനുഷ്യൻ ഇന്ന് എത്രയോ പേർക്ക് തണലായി മാറിയിരിക്കുന്നു. അവർ നിങ്ങളെ ഉപേക്ഷിച്ചത് നിങ്ങളുടെ കഴിവുകേട് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആ വലിയ വെളിച്ചത്തെ തിരിച്ചറിയാൻ അവർക്ക് കഴിയാത്തതുകൊണ്ടാണ് എന്നവർക്ക് ബോധ്യപ്പെടും. നിങ്ങളുടെ വിജയം നിശബ്ദമായിരിക്കട്ടെ, എന്നാൽ അതിന്റെ ഫലം ലോകം മുഴുവൻ അറിയട്ടെ. ചാണക്യൻ പറഞ്ഞതുപോലെ മണം കൊണ്ട് പൂക്കളെ തിരിച്ചറിയുന്നത് പോലെ നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് നിങ്ങളുടെ മൂല്യം ലോകം തിരിച്ചറിയും. നമ്മുടെ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഏറ്റവും പ്രയാസമേറിയതും എന്നാൽ ഏറ്റവും അത്യാവശ്യവുമായ ഒന്നാണ് വിട്ടൊഴിയൽ അഥവാ ഡിറ്റാച്ച്മെന്റ്. ചാണക്യൻ തന്റെ അവസാന പാഠങ്ങളിൽ പഠിപ്പിക്കുന്നത് ഇതാണ്: സംഘം ത്യജേത്, ബന്ധനങ്ങളെ ഉപേക്ഷിക്കുക. നിങ്ങളെ വേണ്ടെന്ന് വെച്ച വ്യക്തിയെ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ബന്ധിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് അടിമയാണ്. അവർക്ക് നഷ്ടബോധമുണ്ടാക്കാൻ നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ പോലും നിങ്ങളുടെ ശ്രദ്ധ അവരിലാണ്. എന്നാൽ യഥാർത്ഥ വിജയമെന്നത് അവരെ നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടയക്കുക എന്നതാണ്. ഭക്തിമാർഗത്തിൽ ഇതിനെ ഈശ്വര സമർപ്പണം എന്ന് വിളിക്കുന്നു. എന്റേത് എന്ന് നമ്മൾ കരുതിയത് ഒന്നും നമ്മുടേതല്ല എന്ന് തിരിച്ചറിയുക. ശാസ്ത്രീയമായി പറഞ്ഞാൽ നിങ്ങൾ ഒരാളെ വിട്ടൊഴിയുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോണിന്റെ പിടിയിൽ നിന്ന് മോചിതമാകുന്നു. നിങ്ങൾ അവരെ ഓർത്ത് ദുഃഖിക്കുന്നത് നിർത്തുമ്പോൾ നിങ്ങളുടെ ഊർജം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്നറിയാമോ? നിങ്ങൾ അവരെ പൂർണ്ണമായും മറന്നു എന്ന തിരിച്ചറിവാണ്. നിങ്ങൾ അവരോട് ദേഷ്യം കാണിച്ചാൽ അവർക്ക് തോന്നും അവർക്ക് ഇപ്പോഴും നിങ്ങളുടെ മേൽ സ്വാധീനമുണ്ടെന്ന്.
എന്നാൽ നിങ്ങൾ അവരെ ഒരു അപരിചിതനെ പോലെ കാണാൻ തുടങ്ങുമ്പോൾ അവരുടെ ഈഗോ തകരുന്നു. നിങ്ങൾ അവരില്ലാതെ പൂർണ്ണമായി ജീവിക്കുന്നു, ചിരിക്കുന്നു, വളരുന്നു എന്നവർ കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും അവർക്ക് നിങ്ങളെ ഒരിക്കലും തളർത്താൻ കഴിയില്ലെന്ന്. വിട്ടൊഴിയുക എന്നാൽ തോറ്റുകൊടുക്കലല്ല, മറിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് പറന്നുയരലാണ്. ആ ഉയരങ്ങളിൽ നിന്നുകൊണ്ട് താഴേക്ക് നോക്കുമ്പോൾ പഴയ സങ്കടങ്ങളെല്ലാം നിസ്സാരമായി നിങ്ങൾക്ക് തോന്നും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇരുളടഞ്ഞ രാത്രിക്ക് ശേഷം സൂര്യൻ ഉദിച്ചുയരുന്നത് പ്രകൃതിയുടെ ഒരു വലിയ പാഠമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന ഈ സങ്കടം ഒരു രാത്രി മാത്രമാണ്. നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ട 7 വഴികൾ കേവലം വിദ്യകളല്ല, മറിച്ച് നിങ്ങളുടെ അന്തസ്സും ആത്മബോധവും വീണ്ടെടുക്കാനുള്ള പടവുകളാണ്. ചാണക്യൻ തന്റെ അന്ത്യകാലത്ത് ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്: ഗതം ന ശോചാമി. കഴിഞ്ഞുപോയതിനെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നില്ല. നമ്മെ വേണ്ടെന്ന് വെച്ച് പോയവർ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ആ വലിയ പാഠമാകാൻ വന്നവരാകാം. അവരോട് നന്ദി പറയൂ, കാരണം അവരാണ് നിങ്ങളെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു നടക്കാൻ പ്രേരിപ്പിച്ചത്. ഇന്നു മുതൽ നിങ്ങളുടെ കണ്ണീർ തുടച്ചു മാറ്റുക. നിങ്ങളെ അവഗണിച്ചവർ നിങ്ങളെ ഓർത്ത് ഖേദിക്കുന്ന ഒരു കാലം വരും. അന്ന് നിങ്ങൾ ഒരു വലിയ വടവൃക്ഷം പോലെ വളർന്നു പന്തലിച്ചിട്ടുണ്ടാകും. പ്രപഞ്ചത്തിന്റെ നീതിയിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് അർഹമായത് ഏറ്റവും മികച്ച രൂപത്തിൽ നിങ്ങളെ തേടിവരും. ഇന്ന് നിങ്ങളുടെ പുതിയൊരു പ്രഭാതമാണ്, പുതിയൊരു ജന്മമാണ്. ജീവിതത്തിലെ പരീക്ഷണങ്ങളെ എങ്ങനെ അതിജീവിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഈ അറിവുകൾ നിങ്ങളുടെ മനസ്സിന് കരുത്ത് നൽകി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരം ഗൗരവമേറിയ വിഷയങ്ങളിൽ ചാണക്യന്റെ പാഠങ്ങളും ആധുനിക ലോകത്തെ സത്യങ്ങളും ഇനിയും പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ ചെറിയ ലോകം കൂടുതൽ വലുതാകാനും കൂടുതൽ മനുഷ്യരിലേക്ക് ഈ പോസിറ്റീവ് ചിന്തകൾ എത്താനും ദയവായി നമ്മുടെ ചാണക്യ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഒരു സബ്സ്ക്രിപ്ഷൻ ഈ ദൗത്യം തുടരാൻ എനിക്ക് വലിയൊരു ബലമാണ്. ബെല്ലൈക്കൺ ഓൺ ചെയ്യാൻ മറക്കരുത്, കാരണം അടുത്ത വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മറ്റുള്ളവർക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ ചാണക്യൻ നിർദ്ദേശിക്കുന്ന നിത്യജീവിത ശീലങ്ങളെക്കുറിച്ചാണ്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ അറിവ് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി അവർക്ക് ഷെയർ ചെയ്യുക. നന്മയും ഐശ്വര്യവും എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.